ഇകയല്ല, ഈ വീണയല്ല, ശാലിനി തന്നെയാണ് അവൻ്റെ അമ്മ. പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ശാലിനി പ്രസവിച്ചെന്നൊരു കടമ ശാലിനിക്കുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞേ, നിൻ്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയാം, നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട. അപ്പോൾ രേണുസുതിയെക്കുറിച്ച് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, കണ്ടെത്തലുകൾ എല്ലാമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ദു എന്ന് പറയുന്ന നമ്മുടെ കിച്ചുവിൻ്റെ അമ്മ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാണ് പുതിയ ഒരു അമ്മ എന്ന്. ഈ അമ്മ എന്ന് പറയുന്നത് പോറ്റമ്മയാണ്. നമ്മുടെ കിച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ശാലിനി എന്ന സ്ത്രീയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ സ്ത്രീ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അത് എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടെ ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇന്ദിരയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. തൻ്റെ ചൂട് തട്ടിയാണ് കിച്ചു എന്ന കുട്ടി വളർന്നത് എന്നാണ് ഇന്ദു എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. സൂചേട്ടൻ എനിക്ക് സ്വന്തം ഒരു കൂടപ്പിറപ്പാണ്. ചിലപ്പോൾ സൂചേട്ടൻ്റെ അമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ അമ്മ സൂചേട്ടനെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ നല്ലൊരു കൂടപ്പിറപ്പ് ബന്ധമാണ്. കാരണം ആണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ട് നിർത്തും. കാരണം ഞാനും ഇവന് ചെറുതല്ലേ, ഒറ്റയ്ക്ക് നമുക്ക് എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ചേച്ചിയുള്ളപ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോകും. അതിന് ചേച്ചി റെഡി നിൻ്റെ ഫോൺ അടിക്കാം. അപ്പോൾ സുചേട്ടൻ അവനൊന്ന് ഉറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ചൂട് പറ്റി വളർത്തിയ ഒരു മോനാണ്. ശാലിനി അവൻ്റെ അമ്മയാണ്, 100% സത്യമാണ്. അല്ല വേറെ ആരുമല്ല അവൻ്റെ അമ്മ. ഈ ശിഖയല്ല, ഈ വീണയല്ല, ശാലിനി തന്നെയാണ് അവൻ്റെ അമ്മ. പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ശാലിനി പ്രസവിച്ചെന്നൊരു കടമ ശാലിനിക്കുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞേ, നിൻ്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയാം, നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട. ജന്മം കൊടുത്തു എന്നുള്ള ഒരു കർമ്മം മാത്രമേ ശാലിനി ചെയ്തിട്ടുള്ളൂ. കർമ്മം കൊണ്ട് ഞാനാണ് കിച്ചുവിൻ്റെ അമ്മ എന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ സ്ത്രീ നമ്മോട് പറയുകയാണ്. വളരെ സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും തോന്നി. ആർക്കെങ്കിലും കിച്ചുവിനോട് ഇത്രയും സ്നേഹമുണ്ട് ആ സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ തന്നെയാണ്. ആ സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ നെഞ്ചിൻ്റെ ചൂട് തട്ടിയാണ് കിച്ചു എന്ന് പറയുന്ന മകൻ വളർന്നത് എന്ന്. വളരെ സത്യമാണ്. കാരണം ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ രേണുസുതി പറയുന്നത് കേട്ടിട്ടുണ്ട്. 4 വർഷം ഒരു സ്ത്രീ ഈ കുഞ്ഞിനെ നോക്കിയ ഒരു കാര്യമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ തന്നെയാണ് ഈ ഇന്ദു. തീർച്ചയായിട്ടും ഈ കോമഡി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ സ്ത്രീയെ പരിചയം കാണും. അവരുടെ ഫീൽഡ് അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഫീൽഡിൽ നിന്ന് തന്നെ ഒരാളെ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് 4 വർഷത്തോളം ഈ അമ്മയാണ് നമ്മുടെ കിച്ചു എന്ന് പറയുന്ന ഈ കുഞ്ഞിനെ നോക്കി വലുതാക്കി എടുത്തത് എന്നുള്ളതാണ്. അവസാനം ആ സ്ത്രീ പറയുന്നുണ്ട്, അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടൊന്നുമല്ല, ജോലി സന്നദ്ധാർത്ഥം അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് സുധി അവിടെ വിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് പോയത് എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ആ മകന് വേണ്ടി അമ്മ അവിടെ കാത്തിരിക്കുകയാണ്. വന്നാൽ കയ്യും നീട്ടി സ്വീകരിക്കുമെന്നും കൂടി അമ്മ നമ്മോട് പറയുകയാണ്. വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പോറ്റമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ അറബി നാട്ടിലൊക്കെ നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ പെറ്റമ്മയേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് സ്നേഹം പോറ്റമ്മയോടായിരിക്കും. കാരണം അവരുടെ അടുത്താണ് കുട്ടികൾ കൂടുതലും കഴിയുന്നതും അവരുടെ സ്നേഹവും വാത്സല്യങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. അതുപോലെ കിച്ചുവിൻ്റെ ചെറിയ പ്രായത്തിലെല്ലാം കൂടുതൽ സ്നേഹം കിച്ചുവിന് കിട്ടിയത് ഈ അമ്മയിൽ നിന്നാണ്. ഏതായാലും പോറ്റമ്മ കിച്ചുവിനെ അധികം നോക്കിയിട്ടില്ല. അത് വേറെ ഒരു കല്യാണം കഴിച്ച് ഒരു ഡാൻസ് ടീച്ചറോടൊപ്പം വിളിച്ചോടി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അവരുടെ കാര്യത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ഇന്ദു വിവരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നത് ഇത് പറയാൻ എന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നു. കാണാം. പിന്നിപ്പം ഇത് കാണുന്നവർ ചോദിക്കും, നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി? ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഇരുന്നടി, നിനക്ക് ഇത്രയും നാൾ എന്തോ അടി തിരക്കാത്തെ? അങ്ങനെയല്ല. ഞാൻ ആ കുഞ്ഞിനെ നോക്കി 3-4 വർഷം കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ തന്നെ പറഞ്ഞു, കുഞ്ഞെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുക. കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു, അവനെ പഠിപ്പിക്കണം. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലോ വന്നാൽ പോകണം. അപ്പോൾ എനിക്ക് അവനെ ഉള്ള കാലം ഇപ്പോൾ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നീയും വളർന്നു വരുന്നു, നിനക്കും കല്യാണപ്രായമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ്
സത്യം പറഞ്ഞാൽ സുചേട്ടൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചേട്ടൻ ആ സത്യം പറയൂ. അല്ല ചങ്ക് പറിച്ചു കൊണ്ടുപോകും. അറിയാലോ, ഒരു 4 വയസ്സ് വരെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന നമ്മളാരും പറഞ്ഞു തരണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ അവനെ അടക്കി വളർത്തി. അവൻ പോകുന്നതിൻ്റെ അന്ന് സാധനമൊക്കെ മാറ്റിയിട്ട് സുചേട്ടൻ പൊട്ടിക്കരയുമായിരുന്നു. അപ്പോൾ ഇന്ദു പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. പറയുകയാണ് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറയാനുണ്ടായ സാഹചര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സുധിച്ചേട്ടൻ അവിടെ വിട്ടു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരും, നിനക്കും കല്യാണം കഴിച്ച് ഒരു ജീവിതമൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഇനി കൊല്ലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൂട്ടി അവിടെ നിന്ന് പോയതാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ട് അവിടെ നിന്ന് പോയതല്ല എന്നാണ് ഇന്ദു എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും നമ്മളിപ്പോൾ ഈ അനുഭവിച്ചു ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഈ പോറ്റമ്മ എന്ന് എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു അഭിപ്രായമുണ്ട്. കാരണം ആ കുഞ്ഞിന് ചെറുപ്പത്തിലെങ്കിലും നല്ല സ്നേഹം കിട്ടി വളരാൻ ഈ അമ്മ കാരണം ഏതായാലും കഴിഞ്ഞു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. വീണ്ടും എങ്ങനെയാണ് ഈ സ്ത്രീ ഇപ്പോൾ പുറത്തു വരാനും ഈ സ്ത്രീയെ കണ്ടെത്താനുമുള്ള ഒരു കാരണം എന്നൊക്കെ ആ യൂട്യൂബർ പറയുന്ന ഒരു വോയിസ് ഉണ്ട്, നമുക്കതുകൂടി ഒന്ന് കേൾക്കാം. ഇപ്പൊ ആരടി എന്തടി എന്നൊക്കെ ചോദിക്കുമെങ്കിൽ നമ്മൾ എന്താണ് ഇന്ദു തിരുവല്ലയുടെ അടുത്ത് എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ആയിട്ട് വന്നിരുന്നു, ഈ കുട്ടീനെ ഇത്ര വർഷം നോക്കിയത് തിരുവല്ലയിൽ താമസിക്കുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ താങ്കളെ അന്വേഷിച്ചു വന്നത്. അല്ലാതെ നിങ്ങൾ നമ്മളെ അന്വേഷിച്ചു വന്നല്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. തീർച്ചയായിട്ടും ഞാനിന്ന് രാവിലെ നിങ്ങൾ കോള് വിളിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇട്ട വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് മറ്റൊരു സ്ത്രീ രേഖപ്പെടുത്തുകയാണ്, 4 വർഷം കിച്ചുവിനെ നോക്കിയതും പരിചരിച്ചതും എല്ലാം പണ്ടുള്ള കോമഡി സ്കിറ്റുകളെല്ലാം ചെയ്യുന്ന ഒരു നടിയാണ് എന്നും തിരുവല്ലയാണ് അവരുടെ വീട് എന്ന് കമന്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഈ സ്ത്രീയുടെ അടുത്തെത്തിയത് എന്നും, അല്ലാതെ ഈ സ്ത്രീ അങ്ങോട്ട് പോയിട്ട് യൂട്യൂബറെ വിളിച്ച് ഇന്റർവ്യൂ കൊടുത്തതൊന്നുമല്ല എന്നാണ് ആ യൂട്യൂബർ തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സമൂഹം അറിയപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ കുട്ടിയെ നോക്കാൻ അദ്ദേഹം കാണിച്ച ഒരു നല്ല മനസ്സ് തീർച്ചയായിട്ടും നമ്മൾ കാണണം. അതുപോലെ തന്നെ പറയുന്നുണ്ട്, സുധി എന്ന് പറയുന്ന എൻ്റെ അനുജനാണ്, എൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. കൂടപ്പിറപ്പുകൾ ഒരു അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണമെന്ന് നിർബന്ധമില്ല. സ്നേഹവും അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഒരാണിനും പെണ്ണിനും ഒരേ വീട്ടിൽ തന്നെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം, ജീവിക്കാം. അതാണ് സാഹോദര്യം, അതാണ് സൗഹൃദം എന്ന് പറയുന്നത് എന്ന് നമ്മുടെ ഇന്ദു പറയുന്നുണ്ട്. അതും വളരെ സന്തോഷം തോന്നിയ ഒരു വാക്കുകളാണ്. പിന്നെ നമ്മുടെ രേണുസുതിയെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കാൻ തീർച്ചയായിട്ടും ഇന്ദുവിനാവില്ല. തീർച്ചയായിട്ടും അതുകൂടി കേൾക്കാം. അറിയില്ല, ഒരു മോൻ വളർന്നു വരുന്ന കാലഘട്ടം അവരറിയണം. കൊച്ചിപ്പോൾ 5-ലോ 6-ലോ ആയ സമയത്ത് ചെന്ന് കെട്ടിയിട്ട് ഇതെൻ്റെ മോനാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവനെ വളർത്തേണ്ട രീതി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളിക്കാരിക്കായാലും കൂടെ നിർത്തിയിട്ട്, ഇപ്പം ഞാൻ ആക്ഷേപിക്കുന്നില്ല കേട്ടോ, ഇനിയിപ്പോൾ ഇതിനെ കമൻറ്റ് വരുമായിരിക്കും, എന്നാലും ഞാൻ പറയേണ്ട കാര്യം പറയാം. എന്തായാലും ഈ കുട്ടിക്കും അവരുടെ ആ കുട്ടിക്കും വേണ്ടിയിട്ടാണല്ലോ അവർ വീട് വെച്ച് കൊടുത്തത്. അപ്പം അതിനും തുല്യമായിട്ട് അവിടെ നിൽക്കേണ്ടല്ലേ. അപ്പോൾ അവരെ സഹായിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്നും മനസ്സ് വെച്ചാൽ ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കാമായിരുന്നില്ലേ, അവർക്ക് പഠിപ്പിക്കാമായിരുന്നില്ലേ. എന്നിട്ട് അവർ പറയാൻ എന്ത് എൻ്റെ മോനാണ് ഇല്ലേ. രേണുസുതിക്കുള്ള ഒരു ഉപദേശം കൂടി നമ്മുടെ ഇന്ദു കൊടുക്കുന്നുണ്ട്. നമ്മൾ പുതിയ കാലത്ത് ജീവിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർ പിരിവെടുത്ത് ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ എൻ്റെ മകനായ കിച്ചുവിനും അതുപോലെ തന്നെ ഋതപ്പനും ഒരേ അധികാരവും ഒരേ അവകാശവും തന്നെയാണുള്ളത് എന്നും, കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ രേണുസുതി പെരുമാറുകയാണെങ്കിൽ, കുറച്ചുകൂടി ഗൗരവപരമായ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ കിച്ചു എന്ന് പറയുന്ന മകന് ആ വീട്ടിൽ നിന്ന് തന്നെ സ്കൂളിൽ പോകാനും അവൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം കഴിയും എന്നാണ് ആ സ്ത്രീ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ആക്ഷേപമല്ല എന്നും താഴെ കമൻറ്റ് വരുമെന്ന് എനിക്ക് പേടിയൊന്നുമില്ല എന്നും ഇന്ദു പറയുന്നുണ്ട്. അത് സത്യമായ ഒരു കാര്യമാണ്. ആ കിച്ചു എന്ന് പറയുന്ന പുത്രന് അച്ഛൻ മരിച്ചതിന് ശേഷം കാര്യമായ ഒരു പരിഗണനയും കിച്ചുവിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഈ സുധിനിലയം എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് രേണുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. രേണുവിൻ്റെ കാര്യം നോക്കി പോയി എന്നുള്ളതാണ്. അവർ ബിസിയാണ്, അവർക്ക് ആൽബങ്ങളും ഷൂട്ടിങ്ങും എല്ലാമാണ്. അവർ കുട്ടികളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമുക്കങ്ങനെ കാണാവുന്നതുമാണ്. എന്നാൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധ രണ്ടാനമ്മയാണെങ്കിലും തീർച്ചയായിട്ടും രേണുസുതി കാണിക്കേണ്ടത് തന്നെയാണ്. ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി തീർച്ചയായിട്ടും ആ മകൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ ഫോട്ടോയും അവാർഡുകളും എല്ലാം ചാക്കിൻ്റെ അടിയിൽ കെട്ടി കട്ടിൻ്റെ അടിയിൽ എറിഞ്ഞു പോയ വിഷമം കണ്ടതിന് ശേഷം കിച്ചു എന്ന് പറയുന്ന മകൻ ആ വീട്ടിലേക്ക് പിന്നെ തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് മനപ്രയാസവും അതുപോലെ തന്നെ ഒരുപാട് വിഷമതകളും എല്ലാം ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അടുത്ത് നടന്ന
മതപരമായ ചടങ്ങുകളിൽ പോലും രേണുസുതി പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിനൊന്നും രേണുസുതിക്ക് കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അതിനൊന്നും സമയമില്ലാത്ത ഒരാളാണ്. ബിസിയാണ്, പ്രൊഫഷനാണ് വലുത്. തീർച്ചയായിട്ടും ജീവിക്കണം, പണം വേണം, അതെല്ലാം സാർവത്രികമാണ്. അതിനെ ആരെന്തെങ്കിലും ചോദിച്ചാൽ 1 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുത്തരണം എന്ന് വരെ പറഞ്ഞ ഒരാളാണ് നമ്മുടെ രേണുസുതി. അങ്ങനെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഓരോ വെളിപ്പെടുത്തലുമായി പുതിയ ആൾക്കാർ രംഗത്ത് വരികയാണ്. ഏതായാലും ഇന്ദു എന്ന് പറയുന്ന ഈ പോറ്റമ്മയെ മലയാളികൾക്ക് ഒന്ന് കാണാൻ വേണ്ടി സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കിച്ചു അവരുടെ മനസ്സിലാക്കട്ടെ. വലുതാവുന്ന സമയത്ത് തിരിച്ച് അവരെയും നോക്കാനും അവരെ സ്നേഹം പങ്കിടാനുമെല്ലാം ആ കുഞ്ഞിന് മനസ്സുണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.